ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ അഞ്ചാസ് വ്ളോഗ്. അപ്പോൾ അഞ്ചാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞങ്ങളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുകയാണ് അല്ലേ അൻസു? ഇന്നത്തെ ഞങ്ങളുടെ എന്തൊക്കെയാണ് എന്നുള്ളത് കാണിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നീറ്റ് ഇതാ ഞങ്ങൾ അപ്പോൾ മോർണിംഗ് കഴിഞ്ഞു. ഇപ്പം ന്യൂണാവാനായി, ഉച്ചയാവാനായി. അപ്പം ഹൻസുവിൻ്റെ സ്കൂളിലേക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വന്നു. അപ്പോൾ വന്നിട്ട് ഞങ്ങളിതാ നേരെ ടൗണിൽ പോവാണ്. അന്ന് ഹോളിഡേ ആണല്ലോ, വിയർക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇന്ന് ഹോളിഡേ അതിനെക്കൊണ്ട് തന്നെ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഹൻസുവിന് സ്കൂളില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ടൗണിൽ പോയിട്ട് ഒരു ഫിലിമൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് വരാമെന്ന് വിചാരിച്ചു. പിന്നെ സോയി ബേബിനെ സലൂണിൽ കൊണ്ടുപോകണം, പക്ഷേ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ നെക്സ്റ്റ് ലീവിൻ്റെ അന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാം കൂടെ ടൈം ഉണ്ടാവില്ല. കാരണം ഞങ്ങളത് അവിടെ സോയിനെ അവിടെ സലൂണിൽ കൊടുത്താൽ പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും അത് വാങ്ങണം. മേ ബി ഫിലിമൊക്കെ കഴിയുമ്പോൾ ലേറ്റ്സ് ആയാൽ സോയിനെ വാങ്ങാൻ ബുദ്ധിമുട്ടാവും. അവർക്ക് തരാനും പറ്റില്ല, ഞങ്ങൾക്ക് വാങ്ങാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ സോയിനെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. PTA മീറ്റിംഗ് ആയിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടൗണിൽ പോവാണ്. ആദ്യം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്ക് സലൂണിൽ പോകണം, ഹെയർ സ്പാ ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ ഫേഷ്യൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, സ്കിൻ പാമ്പറിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫിലിമിനൊക്കെ കയറണം എന്നാണ് വിചാരിക്കുന്നത് അല്ലേ ഹൻസു? പിന്നെ ഹൻസു പറയുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം. നമുക്ക് ടൈം നോക്കിയിട്ട് എന്താ ചെയ്യാം അല്ലേ ഹൻസു? അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അല്ലേ ഹൻസു? പോയിട്ട് വരാം ഗായ്സ്, വരാം. വീഡിയോ എടുക്കാം. അപ്പം ഗായ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ് ഗായ്സ്, പോകുന്നു ഗൈസ്. അവിടെ പോയിരുന്നോ? വിശക്കുന്നുണ്ടോ ഹൻസുവിന്? നമ്മൾ ചുങ്കത്തുള്ള KFC ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. ഹൻസുവിന് ഒത്തിരി ഇഷ്ടമാണ് ഫ്രൈഡ് ചിക്കനും. അപ്പം ഫ്രൈഡ് ചിക്കൻ്റെ റിയൽ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ KFC തന്നെ പോയിട്ട് കഴിക്കണം. സോ നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പം അങ്ങനെ എത്തിയതാണ് KFCയിൽ. നമ്മൾ അതേപോലെ സ്ട്രിപ്സ് വാങ്ങിയില്ല. നമ്മൾ ഫ്രൈഡ് ചിക്കൻ 4 പീസും പിന്നെ അതുപോലെ ഫ്രഞ്ച് ഫ്രൈയും പിന്നെ 2 ബർഗേഴ്സുമാണ് വാങ്ങിയത്. ഒന്ന് സ്പൈസിയും ഒന്ന് സ്പൈസി ഇല്ലാത്തോ കേട്ടോ. ഞങ്ങൾ ആദ്യം സ്ട്രിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. ഫ്രൈഡ് ചിക്കൻ തന്നെ ധാരാളം, അതന്നെ ഹൻസു കഴിക്കത്തില്ല. സ്പൈസിയാ ഹൻസുന് പറ്റും. ടേസ്റ്റ് ചെയ്യാം ആദ്യം, ഒക്കെ തുറന്നു നോക്ക്. ഹണി ബേബി എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഫുഡ്സാണ് ഈ ബ്രോസ്റ്റഡ്, അതേപോലെ കേക്ക്സ്. അൻസുവിന് അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം.
മതി വെയിറ്റ് ചെയ്യണം ഫോണിപ്പോൾ സ്മാർട്ട് ചെയ്യും. ഇച്ചിരി ഉള്ളൂ, ഇച്ചിരി പേഴ്സണ് നിങ്ങൾ കാണേണ്ടി വരും. അതിനാദ്യം സോറി പറയുകയാണ്. എവിടെ മേക്കപ്പ് കണ്ടാലും എവിടെ ക്യാമറ കണ്ടാലും ഞങ്ങളുടെ പതിവ് ഒരു എൻ്റർടൈൻമെൻ്റാണ് ഈ ഒരു സംഭവം കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. മഴ കുറച്ച് കഴിഞ്ഞു എന്നുള്ളൊരിത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരു 2 hours ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സലൂണിലേക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മന്ത്ലി ഞാൻ എൻ്റെ സ്കിൻ എപ്പോഴും പാമ്പറിങ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സലൂണിലേക്ക് പോകും, സലൂണിൽ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതേപോലെ വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മാറാജിയിലേക്കാണ് പോയത്, ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള. ഒരുപാട് ഇഷ്ടമായിട്ടോ എനിക്കവിടെ. മഹാരാഷ്ട്രയിൽ ഞങ്ങൾ എത്തിപ്പെടാൻ ഒരു കാരണമുണ്ട്. കാരണം അവിടെ പോയാൽ നമ്മൾ പെട്ടെന്ന് ഹീലാവും. ഏത് സർവീസ് എടുത്താലും ഹീലാവും. കാരണം അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടും അവിടുത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ ഒരു ഒസ്തറ്റിക് ഫീലാണ് നമുക്ക് തരാം കേട്ടോ. ഭയങ്കര രസമാണ് അവിടെ. ഞാൻ ഫേഷ്യൽ ചെയ്യാനും ഹെയർ സ്പാ ചെയ്യാനും വേണ്ടിയിട്ടാണ് അവിടെ പോയത്. പക്ഷേ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെയർ സ്പാ മാത്രം ചെയ്തു കേട്ടോ. കാരണം ഫേഷ്യൽ ചെയ്യാനും ടൈമും വേണം, ഭയങ്കര റിലാക്സേഷനുമാണ് വേണ്ടത്. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റണം, ഭയങ്കര കംഫിയാണ്. പക്ഷേ ഹാൻഡ്സും ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ടായതിനെക്കൊണ്ട് ഞാൻ ഫേഷ്യൽ ചെയ്തില്ല, ഹെയർ സ്പാ മാത്രം ചെയ്തു. അതിന് വേറൊരു ഡേ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനങ്ങനെ ഒരു സലൂണിൻ്റെയും ഫാനല്ല കേട്ടോ. ഇന്ന സലൂണിൽ മാത്രമേ പോവുള്ളൂ അങ്ങനെയല്ല. ഞാൻ എല്ലാ സലൂണും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം അവിടെ ഓരോരുത്തരുടെ സ്പായും ഓരോരുത്തരുടെ മസാജും ഭയങ്കര വ്യത്യസ്തമായിരിക്കും. ഓരോ ആൾക്കാരെ ഇതും നമ്മൾ എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതൊരു വേറെ തന്നെ ഒരു ഹീലിംഗ് ആണ് കേട്ടോ. ഏതൊരു സർവീസ് നമ്മൾ എടുക്കുകയാണെങ്കിലും, ഈവൻ എയർ സ്പാ, അതേപോലെ ഫേഷ്യൽ, അതേപോലെ പെഡിക്യൂറൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് കിട്ടേണ്ടത് റിയൽ മസാജാണ്. നമുക്ക് ക്രീം കുറേ തേച്ചിട്ടൊന്നും കാര്യമില്ല. മസാജ് നമുക്ക് നന്നായിട്ട് കിട്ടണം കേട്ടോ. അങ്ങനെ കിട്ടിയാൽ നമുക്കൊരു ഉറക്കം ഉറങ്ങി നല്ല സുഖമായിട്ട് നമുക്ക് അവിടെ നിന്ന് പോരണമെങ്കിൽ ആ ഒരു മസാജ് നന്നായിട്ട് കിട്ടണം. എല്ലാം കഴിഞ്ഞ് സലൂൺ നമ്മൾ ഇറങ്ങി നേരെ ബീച്ചിലേക്ക് പോയി. കുറച്ച് നേരം അവിടെ നിന്ന് ഈ ഉപ്പിലിട്ടതും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ച് ഒന്ന് കടലൊക്കെ കണ്ട് തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ അവിടെ പുതുതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു ചോക്ലേറ്റ് ഈ ഒരു സംഭവം. അപ്പം ഞങ്ങൾ അതൊന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു.
ഞങ്ങളിതാ പോവാണ് ഗൈസ്. ഇവിടെ അത് നോക്ക്. ആ ഓക്കെ ഓക്കെ നമ്മൾ കണ്ടു നീ പോണത്. ഹൻസു അല്ല പിന്നെ നമ്മൾ ഏതാ കാണുന്നത്? അൻസു അൻസു അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ ഉള്ളൊഴുക്ക് കാണാനായിട്ട് വന്നത്. ഫിലിമിനാണ് വന്നത്. നമ്മൾ ഗോകുലമാളിലെ സൈൻ പോലീസിലേക്കാണ് വന്നത് കേട്ടോ. ഏറ്റവും മേലല്ല, ഇത് നേരെ താഴെ. അപ്പോൾ ഉള്ളൊഴുക്ക് കാണാൻ വന്നിട്ടുണ്ട്. തുടങ്ങിയിട്ടില്ല. ഇപ്പം തുടങ്ങൂല ഹൻസു. നമുക്ക് നമ്മൾ കണ്ടിട്ട് വരാം ഗൈസ്. നമ്മൾ കണ്ടിട്ട് വരാം. ഗോകുലമാളിൽ നമ്മളിതാ രണ്ടുപേരും ലാസ്റ്റിലായിരുന്നു. ഒരു സീറ്റിന്റെ വ്യത്യാസമുള്ളൂ. അതെ 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 യെസ്. നമ്മൾ കണ്ടിട്ട് വരാം. Outstanding capability meets in. അതൊന്ന് കാണിക്കാം. നീ രണ്ടുപേരും ഒന്ന് മുഖത്തോട് മുഖം നോക്കോ. ആ അങ്ങനെ തന്നെ നിന്നോ. നന്നായിട്ട് ചിരിക്കുക. രണ്ടുപേരും നന്നായിട്ട് ചിരിച്ചേ. സ്മൈൽ ചെയ്തേ. അപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങളിതാ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെപ്പോഴും പോപ്കോൺ അല്ലെങ്കിൽ അൻസൂണ് ഐസ്ക്രീംസ്, കേക്ക്സ് അങ്ങനെയാണ്, അല്ലെങ്കിൽ നഗറ്റ്സ്, ഇതിൽ ഏതെങ്കിലുമാണ് എപ്പോഴും വാങ്ങുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് വാങ്ങിയത് രണ്ടുപേർക്കും ഇത് വാങ്ങി, പോപ്കോൺ വാങ്ങി. അവൾ നല്ല ഹാപ്പിയാണ്, കാരണം വലിയ നാളിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ആ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഹൻസുവിന് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞു ഹൻസു. എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടമൊക്കെ ആയി. ഹൻസുവിനെ ആവേശം കണ്ടിറങ്ങിൻ്റെ പക്ഷേ എപ്പോഴും പറയും ആവേശം പോലത്തെ ഫിലിമിന് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആവേശം പോലത്തെ ഫിലിം ഇറങ്ങണം നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൻസുവിന് ഇതൊരിക്കലും ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞു. ഗോകുലമാളിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ കുറേ പ്ലാൻ ഇട്ടതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ഹഗ്മഗിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹഗ്മഗിൽ എത്തിയപ്പോൾ നമ്മൾ യാറുവിനെ കണ്ടുട്ടോ. യാറും ഫ്രണ്ട്സൊക്കെ അവിടെ ഇരുന്ന് ഗിറ്റാറൊക്കെ വായിച്ച് നല്ല അടിപൊളി പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബാസിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹൻസു പറഞ്ഞാൽ എനിക്ക് ഗിറ്റാർ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഹൻസോടെ പോയിട്ട് വലിയ ഷൈൻ ചെയ്യണം. ആൾക്കൊന്നും അറിയില്ല, എന്നാലും ഷൈൻ ചെയ്യണം കേട്ടോ ഗൈസ്. ഞങ്ങൾ എന്നത്തെയും പോലെ ഹൻസുവിന് കേക്ക് വാങ്ങി, പിന്നെ നമ്മൾ കോഫി ഫ്രാപ്പെ വാങ്ങി. അണി ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ കേക്ക്, അപ്പോൾ അതുകൊണ്ട് കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, കൂടെ ഫ്രാപ്പയും. യാറു ഉണ്ടായത് വലിയൊരു ഹെൽപ്പായിട്ടോ. കാരണം ഞങ്ങൾക്ക് കുറേ വീഡിയോസും പിക്സൊക്കെ യാറു എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റീലിലേക്ക് കുറച്ച് നീഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും അവൻ എടുത്ത് തന്നു. അപ്പോൾ അവന് ഇറങ്ങി കാണാം, നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങളും ഇറങ്ങാം, അതേപോലെ അവനും അതേപോലെ തന്നെ ഇറങ്ങിയിട്ടോ. ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഡേ ഞങ്ങൾ കഴിഞ്ഞു, ഈ ഒരു വ്ളോഗ് ഞങ്ങൾ കഴിഞ്ഞു. നേരെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ്. ഹാപ്പി ആയിട്ട് ഹൻസു ഹാപ്പിയായി, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഗൈസ് വീട്ടിലെത്തി.
അപ്പം നമ്മൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തി ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിക്കുകയാണ്. വീട്ടിലെത്തി സുഖമായിട്ട് ഫ്രഷായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങണം ലാൻസോ. അപ്പോൾ ഒരു ബൈ പറയാം അല്ലേ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ